Hello, I'm Jason Chacko. If you want to learn how to speak English as the native speakers speak, I am here to teach you in a very simple way how to speak English. Even if you have learned nothing, even if you are an illiterate person, you can learn this. It is as simple as this, as that. So you can. നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഒരു ഇംഗ്ലീഷുകാരെ പോലെ ഇംഗ്ലീഷ് പറയാൻ? നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കറിയാം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയാമോ, ഈ അമേരിക്കയിലും മറ്റും സ്കൂളിൽ പോകാത്ത പിള്ളേർ വരെയും ഇംഗ്ലീഷാണ് പറയണേ. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പക്ഷേ അവരൊക്കെ ഇംഗ്ലീഷാണ് പറയണത്. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ പള്ളിക്കൂടത്തിൽ പോകാത്ത കുട്ടികൾ വരെയും തമിഴ് പറയുക ചുമ്മാതെ. എങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയില്ലെന്ന് കരുതി, അഥവാ അധികം പഠിത്തമില്ലെന്ന് കരുതി ഇംഗ്ലീഷുകാരെ പോലെ പറയാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്. അതെങ്ങനെ പറയും? എങ്ങനെയാണ് ഈ അമേരിക്കയിലേക്ക് പള്ളിക്കൂടത്തിൽ പോകാത്ത പിള്ളേർ ഇംഗ്ലീഷ് പറയുന്നത്? ചുമ്മാ വെള്ളം പോലെ പറയുക. എങ്ങനെയാണ് പറയുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ കേട്ടതുപോലെ അവർ പറയുന്നു. തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ഈ പിള്ളേർ തമിഴ് പറയണം? അവർ കേൾക്കുന്നത് പറയുന്നു. അപ്പം നിങ്ങളെങ്ങനെ മലയാളം പറയാൻ തുടങ്ങിയത്? ഇത് പള്ളിക്കൂടത്തിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ മലയാളം വർത്താനം പറയാൻ തുടങ്ങിയത് നിങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ പറയുന്നു. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട്, നിങ്ങൾ പഠിത്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിമ്പിളായിട്ട് ശരിയായ ഇംഗ്ലീഷ് പറയാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? ശരിയായ ഇംഗ്ലീഷ് നിങ്ങൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾ ആവർത്തിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ പറയാം. നിങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് ഇതെല്ലാ നിയമങ്ങളും പഠിച്ചിട്ട് ഒന്നും നടക്കുക എന്ന കാര്യമല്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങാൻ സാധിക്കും. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങാൻ സാധിക്കും. അത് അമേരിക്കക്കാരെ പോലെയോ അല്ലെ ബ്രിട്ടീഷുകാരെ പോലെയോ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാൻ സാധിക്കും. ശരിയായ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്നാണ് അതിന് പറയുന്നത്. RP. അതായത് ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയോ ഇംഗ്ലണ്ടിലെയോ ഒക്കെ യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. എങ്കിലും ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയോ എവിടുത്തെ ആയാലും ആളുകൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പറയുന്നത്. വ്യത്യാസങ്ങളുണ്ട്, സ്ലാങ്സ് വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ശരിയായ സംസാരം മലയാളം തന്നെ തൃശ്ശൂർ വ്യത്യാസമുള്ളതുപോലെ. പക്ഷേ ശരിയായ ഒരു മലയാള ഭാഷ എന്ന് പറയുന്നത് എന്താണ്? പഠിച്ച വിദ്യാഭ്യാസമുള്ളവർ പറയുന്ന ശരിയായ വാക്കുകളോ രീതികളുമാണ്. അതുപോലെ ഇംഗ്ലീഷിൽ തന്നെ വിദ്യാഭ്യാസമുള്ള യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്ന സ്റ്റാൻഡേർഡായിട്ടുള്ള ഇംഗ്ലീഷിനെയാണ് റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇന്ന് ഇംഗ്ലീഷ് പറയാൻ സാധിക്കും. എങ്ങനെ? ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കും. പറയുന്ന പോലെ പറയണം. തത്തമ്മേ പൂച്ച എന്ന് പറയുമ്പോൾ ആ കിളി തത്ത അതുപോലെ തന്നെ പറയുന്ന പോലെ നിങ്ങൾ കേട്ട് പറയണം. ഇതാണ് ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന 2 കാര്യമായി ഇന്ന് പറയാൻ പോകുന്നത്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ് ഈസ് ഓൾ റൈറ്റ് എന്ന് നിങ്ങൾ എന്നാണ് പൂർണ്ണമായിട്ട് പറഞ്ഞത്. അത് ഇറ്റ് ഈസ് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് സാരമില്ല, അത് കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുന്നതാണ്. പക്ഷെ അത് അങ്ങനെ പറയാൻ വർത്തമാനം പറയുമ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, ഒരാളെ വർത്തമാനം പറയുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞ ഇത് കൊണ്ടാകട്ടോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾ റൈറ്റ്, ദാറ്റ്സ് ഓൾ റൈറ്റ് എന്നൊന്ന് പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെടുക.
സ്കൂൾ വിദ്യാഭ്യാസം പോലും കുറച്ച് കാര്യമായിട്ട് ചെയ്തിട്ടില്ലാതെ ഇംഗ്ലീഷുകാരെ പോലെ പറയും ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയണം. എങ്ങനെ? ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയണം. അതുപോലെ നിങ്ങൾ പറയേണ്ടത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ഇംഗ്ലീഷിൽ വാക്കുകൾ മാത്രം പഠിച്ചാൽ ഒക്കെയല്ല, വാക്കുകളുടെ കൂട്ടമുണ്ട്. വാക്കുകളുടെ പൂർണ്ണ അർത്ഥമുള്ള കൂട്ടത്തെയാണ് സെൻറ്റൻസ് എന്ന് അഥവാ വാക്യം എന്ന് പറയുന്നത്. എന്നാൽ പൂർണ്ണ അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടമല്ല, അത് ഏതാനും വാക്കുകളും ഭാഗികമായ അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടമുണ്ട്. അഥവാ ഒരു സെൻറ്റൻസിൻ്റെ ഒരു കഷ്ണം, അതിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അതൊന്നും നിങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട. അങ്ങനെയുള്ള ചില ഫ്രേസുകൾ നമ്മൾ ഉപയോഗിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വർത്തമാനത്തിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഫുൾ സെൻറ്റൻസും പറ്റിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിൽ തന്നെ പേരെന്നാ ഗോപാലനാ, എൻ്റെ പേര് ഗോപാലൻ എന്നാകുന്നു, നിൻ്റെ പേരെന്താകുന്നു എന്ന് ചോദിക്കുകയും എൻ്റെ പേര് ഗോപാലൻ എന്നാകുന്നു എന്ന് പറയുകയുമല്ല നമ്മൾ വർത്തമാനത്തിൽ. പേരെന്താ? ഗോപാല എന്നാണ്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ചില ഫ്രേസുകൾ പഠിച്ചാൽ ഒത്തിരി വർത്തമാനം പറയാൻ പറ്റും. അതിലൊന്നാണ് ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഐ എം ഗോയിങ്, ഞാൻ പോവുക. നിങ്ങൾ എപ്പോഴും പറയേണ്ടി വരും. അപ്പോൾ എന്നാൽ ഞാൻ അങ്ങ് പോവാം കേട്ടോ, ഞാനങ്ങ് ഇറങ്ങുക, ഞാൻ സ്കൂളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഞാൻ ചന്തയ്ക്ക് പോവുക എന്ന് പറയേണ്ടി വരും. അപ്പം നമ്മൾ ഐ ആം ഗോയിങ് എന്ന് പറയണ്ട, ഐ ആം എന്നും പറയണ്ട. അത് വർത്തമാനത്തിൽ ഐം എന്ന് മാത്രം പറയാൻ മതി. എന്താണ്? ഐമൂന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഐമും അല്ല, ഐം എന്ന് പറഞ്ഞാൽ ഐ ആം എന്നുള്ളത് ഞാൻ ആകുന്നു. ആം എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. ഐ ആം ഞാൻ ആകുന്നു എന്നുള്ളതിൻ്റെ ചുരുക്കമാണ് ഐം ഗോയിങ് ഞാൻ പോവാണ്. അപ്പം നിങ്ങൾ ഇന്ന് അത് പറയണം. ഐം ഗോയിങ് ഇപ്പോൾ തന്നെ പറഞ്ഞു പഠിച്ചേ, ഐം ഗോയിങ്. അപ്പം നിങ്ങൾ രണ്ട് കാര്യം ഇന്ന് മുതൽ പറയണം. ഭർത്താവ് പറയുമ്പോൾ, വർത്തമാനം പറഞ്ഞു വരുമ്പോൾ ഐം ഗോയിങ്, പിളിഞ്ഞെട്ടിപ്പോവും. അല്ല ഭാര്യയോട് പറയണം ഐം ഗോയിങ്. അല്ലെ ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ, അയ്യോ ചേട്ടനോട് ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുവാണ്, ഓ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്നിട്ട് പറയണം ഐം ഗോയിങ്. നാളെ ജോലിക്ക് പോകാൻ നേരത്തോ അല്ല പണിക്ക് പോകാൻ നേരത്തോ പറയണം ഐം ഗോയിങ്. അപ്പം നിങ്ങൾ ഒന്നും പറയാതെ തന്നെ ഇന്ന് തന്നെ നല്ല ഇംഗ്ലീഷുകാരെ പോലെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വരുത്തും. അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നിങ്ങൾ തരം കിട്ടുമ്പോഴെല്ലാം പറയണം. അടുത്ത ദിവസം അടുത്തത് പറയാം, അതും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷുകാരനെ പോലെ ആയി പഠിക്കാൻ സാധിക്കും. നിങ്ങൾ വലിയ വിദ്യാഭ്യാസം ചെയ്ത ആളാണേലും വെള്ളക്കൂടത്തിൽ പോകാത്ത ആളാണേലും നിങ്ങൾക്കിത് സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു.